ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരു കൊറിയൻ ഹെയർ സ്കാർഫിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ക്രേപ്പിന്റെ ക്ലോത്ത് ആണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന ക്ലോത്തിന്റെ ലെങ്ത് വന്നിട്ട് 15 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു 7 വയസ്സ് പ്രായമുള്ള കുട്ടിക്കാണ് സ്കാർഫ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. വീതി വന്നിട്ടൊരു 19 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓപ്പൺ സൈഡ് ആണ് വരുന്നത്, എൻ്റെ നേർക്ക് ഫോൾഡ് വശമാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഫോൾഡ് വശത്തു നിന്നും ഒരു 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 8 ഇഞ്ച് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ ബോർഡ് ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കണം. ചുറ്റും ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക. ഇവിടെ എനിക്ക് 15 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 16 ഇഞ്ച്. ഈ 16 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ഈ 8 ഇഞ്ചാണ് ആ ഫോൾഡ് വശത്തു നിന്ന് ഇങ്ങനെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെയർ ബോർഡ് വീതി അനുസരിച്ച്, ഇതിലും വീതി കൂടിയ ഹെയർ ബോ ആണെങ്കിൽ നമ്മളൊരു 3 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫോൾഡ് വശത്ത് നിന്ന് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് അവിടെ നിന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ചരിച്ച് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കും. നമ്മളിവിടെ ലെങ്ത് എടുത്തേക്കുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് ഒരു 7 വയസ്സ് പ്രായമുള്ള കുട്ടി, 6-7 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് 15 ഇഞ്ചാണ് ഈ തയ്യൽ തുമ്പെല്ലാം കൂടെ ചേർത്ത് വരുന്നത്. നമ്മളൊരു 4-5 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ 13 ഇഞ്ച് എടുത്താൽ മതി. അങ്ങനെ വയസ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ ലെങ്തിലും വ്യത്യാസം വരും. മറ്റേ 8 ഇഞ്ച് എല്ലാവർക്കും 8 ഇഞ്ച് തന്നെ മതി. ഇനി നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ചരിച്ചൊരു ലൈൻ, ഈ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് ആ ഫോൾഡ് വശത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ചരിച്ചൊരു ലൈൻ വരച്ചെടുക്കുവാണ്. നിങ്ങൾ ഹെയർ ബോ ഒന്ന് അളന്ന് ചുറ്റും ഒന്ന് അളന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പകുതി ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് ലെങ്ത് ഒരു 4-5 വയസ്സുള്ള കുട്ടിക്ക് ലെങ്ത് വരുന്നത് 13 ഇഞ്ചാണ് തയ്യൽ തുമ്പെല്ലാം കൂടെ ചേർത്ത്. 6-7 വയസ്സ് വരുന്ന കുട്ടിക്ക് ഒരു 15 ഇഞ്ച് അങ്ങനെ വരും. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇവിടെ വരുമ്പോഴത്തേ 2 ഇഞ്ച് കറക്റ്റ് നേരെ മുകളിലേക്ക് വരും, സ്ട്രെയിറ്റ് ലൈനായിട്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് നിവർത്തി ഇട്ടെടുത്തു. ആ 2 ഇഞ്ച് വിട്ടതിന് ശേഷം 2 സൈഡിൽ 2 ഇഞ്ച് വിട്ടതിന് ശേഷം 2 സൈഡ് നമുക്കൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ 2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഒരു 1/4 ഇഞ്ച് വീതിയിൽ, 1/2 ഇഞ്ച്, ടോട്ടൽ 1/2 ഇഞ്ച് വീതിയിൽ നമ്മളിവിടെ ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഞാനിവിടെ ക്രേപ്പിന്റെ ക്ലോത്ത് ആണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത സൈഡും ആ 2 ഇഞ്ചിന്റെ അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ 2 ഇഞ്ചിന്റെ അവിടം വരെയാണ് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ 2 സൈഡും 2 ഇഞ്ചിന്റെ അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശത്തേക്ക് നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ആദ്യം വൈറ്റ് കളർ ലേസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ കൂടുതൽ മാച്ചിങ് ഇതാണെന്ന് തോന്നിയതുകൊണ്ട് ഈ ലേസാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ലേസിൻ്റെ ആ സ്റ്റിച്ച് ഇട്ടില്ല, നമ്മളിപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ലേസ് വരുന്ന രീതിയിൽ, ലേസിൻ്റെ എൻഡ് ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ലേസിൻ്റെ സൈഡ് വശം വെളിയിലേക്ക് നിൽക്കണം. നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ചിട്ടെടുക്കുവാണ്. മുഴുവൻ ലേസ് നമ്മുടെ തുണിയുടെ ഉള്ളിലേക്കല്ല വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്, സൈഡ് വശം മാത്രമാണ് നമ്മൾ തുണിയുടെ എൻഡ് ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. കറക്റ്റ് ആ കോൺ ഷേപ്പിൻ്റെ അവിടെ വരുമ്പോൾ ആ കോൺ ഷേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്, ഒന്നുകിൽ കട്ട് ചെയ്തിട്ട് അടുത്ത വശത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്ത് നമുക്ക് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ചിട്ടെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത സ്റ്റിച്ചിൻ്റെ അപ്പുറത്തൂടെയാണ് നമ്മൾ ഈ സ്റ്റിച്ചും വരുന്നത്. കറക്റ്റായിട്ട് ലേസ് വെച്ച് കൊടുത്ത് രണ്ട് സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ 2 ഇഞ്ചിൻ്റെ അവിടം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ട ലേസ്. കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമുക്ക് ബാലൻസ് ലേസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മൾ 2 സൈഡിൽ ലേസ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ സൈഡിൽ നമ്മൾ 2 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. ആദ്യം ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക. 1 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കുക, പിന്നീട് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ഹെയർ ബോ ഇതിനുള്ളിലൂടെ കടത്തിയെടുക്കാനുള്ളതാണ് നമ്മളവിടെ. അത് കാരണം 2 അറ്റഭാഗവും നമ്മൾ ഓപ്പൺ കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ എൻഡ് ഭാഗത്ത് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇവിടെയും ലേസ് വെച്ച് കൊടുക്കണം. എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് ഈ ലേസ് വെച്ച് കൊടുക്കാം. നമ്മൾ തുടക്ക ഭാഗത്ത് കുറച്ച് എക്സ്ട്രാ ഇട്ട് അതൊന്ന് ഇതുപോലെ കറക്റ്റ് ആ വീതിയിലല്ല, നമ്മൾ കുറച്ചൊന്ന് എക്സ്ട്രാ ഇട്ടതിന് ശേഷം അവിടെ ഒന്ന് മടക്കി വെച്ചാണ് സ്റ്റിച്ചിട്ട് തുടങ്ങുന്നത്. കാരണം അവിടെ ഫിനിഷിങ് കിട്ടാനായിട്ടാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അരികിലൂടെ സ്റ്റിച്ചിട്ടെടുത്ത് അടുത്ത എൻഡ് ഭാഗത്ത് വരുമ്പോഴും നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് അത് ഉള്ളിലേക്ക് മടക്കി വെച്ചാണ് സ്റ്റിച്ചിട്ടെടുക്കുന്നത് ആ ലേസ്. അങ്ങനെ നമ്മൾ ഇവിടെയും ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 3 സൈഡിലും ലേസ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഹെയർ ബോ വെച്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ ഓപ്പൺ ആണ് 2 സൈഡിലും ഇട്ടേക്കുന്നത്. അതിലൂടെ നമുക്ക് ഈ ഹെയർ ബോ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ഹെയർ ബോ എല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. കൊറിയൻ ഹെയർ സ്കാർഫിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് പോലും ചെയ്യാവുന്നതാണ്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്.